ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റ് വലിയൊരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് ഏകദേശം 638 പോയിൻറ്റും, S&P 103 പോയിൻറ്റും, നസ്ഡാക്ക് 527 പോയിൻറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും വലിയൊരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 190 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. വലിയൊരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലെവൽ, ഇവിടെ നമ്മൾ ഇന്നലെ റീട്രേസ്മെൻറ്റ് ലെവൽ വരച്ചിട്ടുണ്ടായിരുന്നു. മുകളിൽ നിന്ന് ബോട്ടം വരയ്ക്കുമുള്ള റീട്രേസ്മെൻറ്റ് 0.5 to 0.618 വരുന്ന ലെവലാണ് 25,709 തൊട്ട് 25,803 വരെ വരുന്ന ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയയിൽ ഇന്നലെ മാർക്കറ്റ് കൃത്യം 709 ആ ഒരു റേഞ്ചിൽ വന്നിട്ടാണ് ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വന്ന് അവിടെ നിൽക്കുന്നത്. സെല്ലിംഗ് പ്രഷർ എന്ന് പറയാൻ പറ്റത്തില്ല, അവസാന മിനിറ്റുകളിൽ അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് താഴോട്ട് വന്നതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു റെസിസ്റ്റൻസ് ആകാൻ വേണ്ടിയിരുന്ന ഒരു സംഭവമാണ്. 709, 803 എന്ന് പറയുന്നത് 50% വെട്ടിഗേഷന് വരുന്ന സമയത്ത് അവിടെ നിന്ന് ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരേണ്ടതാണ്. പക്ഷേ ഇന്ന് മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പ് വരുന്നതുകൊണ്ട് ഇത് സുഖമായിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലോട്ട് പോകും. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആകാൻ സാധ്യത ഇനി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇത് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ആഴ്ചയിൽ ഇനിയിപ്പം എത്ര ദിവസമുണ്ട്? ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസം കൊണ്ട് 26,000 എത്താനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ പാറ്റേൺ വരച്ചിട്ട്, ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ പാറ്റേൺ വരച്ചിട്ട് ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പോയിൻറ്റ്, ഏകദേശം 350 പോയിൻ്റാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. ഒരു 300 പോയിൻ്റ് നമ്മൾ മുകളിലോട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 26,000 വരയ്ക്കും മാർക്കറ്റ് കയറി വരാൻ, ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 26,000 വരയ്ക്കും മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓൾറെഡി നമുക്ക് ഇവിടെ നിന്നിപ്പം പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമ്മൾ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വീക്ക്ലി അനാലിസിസ് അനുസരിച്ച് മാർക്കറ്റ് ഇവിടെ നിന്നൊരു ഹയർ ലോ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നുണ്ട്. അപ്പം എന്തായാലും മുകളിലോട്ട് ഇനി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് മാർക്കറ്റ് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി 26,200 ഒരു റെസിസ്റ്റൻസ് അല്ലാണ്ടാകാനാണ് സാധ്യത. മാർക്കറ്റ് ഇവിടെ നിന്ന് സുഖമായിട്ട് തന്നെ മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലെവലെന്ന് പറയുന്നത് ഇന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 803 മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് കിട്ടണം. മാർക്കറ്റിൽ എവിടെ വേണമെങ്കിലും 800 റേഞ്ചിൽ ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ടാവും. 800 മുകളിൽ ഇന്ന് ഗ്രീൻ ക്യാൻഡിലിൽ ഡേ ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ 800 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 26,000 വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ തൊടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഇന്നലത്തെ എൻ്റെ വ്യൂ പ്രീ മാർക്കറ്റ് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ച്, അത് നെഗറ്റീവായിരുന്നാലും ശരി പോസിറ്റീവായിരുന്നാലും ശരി, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് ഒന്ന് എഴുതിയിടണം. ഈ തമ്പനയിൽ മാത്രം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ചിലർ ഉണ്ട്, മാർക്കറ്റിൻ്റെ ഏറ്റവും അവസാനമാണല്ലോ ഞാൻ ഈ ഇൻട്രാഡേ ലെവൽസ് പറയുന്നത്, ആ ലെവൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 2 വാക്ക് കേട്ടിട്ട് ഒരിക്കലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്താൻ നിൽക്കരുത്. മാർക്കറ്റ് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നലത്തെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്നില്ല, അതും ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു. താഴോട്ട് എൻട്രി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞാണ് 15 മിനിറ്റ് ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ലെവല് തന്നിട്ടുണ്ടായിരുന്നു 25,473. ഇവിടെ നിന്ന് റിവേഴ്സ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് കിട്ടുമെന്ന് കൃത്യമായിട്ട് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അവിടെ നിന്ന് തന്നെ കൃത്യമായിട്ട് അവിടെ നിന്ന് നമുക്കൊരു റിവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലെവലും, ഇത് 15 മിനിറ്റിൻ്റെ ചാർട്ടാണ്. എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ലൈവ് മാർക്കറ്റിൽ ലെവൽസിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇനി ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ബോട്ടം ഏതായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? ഇന്നലത്തെ ലൈവ് മാർക്കറ്റിൻ്റെ ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസാണ് 25,448 എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇന്നലത്തെ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത ലെവലാണ് 25,448. അല്ലാണ്ട് ഞാൻ ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വരച്ചിട്ടുള്ള ലെവലല്ല ഇത്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം 2 ഗ്രൂപ്പിലും കൂടെ 1,700 പേരോളം ഉണ്ട്. ഞാൻ ഈ കള്ളം പറയുന്നതാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ താഴെ ഒന്ന് വീഡിയോ കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ലൈവ് മാർക്കറ്റിൽ സപ്പോർട്ട് ലെവൽ തന്നിട്ടുണ്ടായിരുന്നു 25,448. എനിക്ക് തോന്നുന്നു തൊട്ട് മുകളിൽ നിന്നാണ് 449 നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയത്. ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഏകദേശം ഇവിടെ നിന്ന് ഞാൻ 5 ഇയേഴ്സിൻ്റെ ചാർട്ടൊന്ന് എടുത്തോട്ടെ. ഓക്കെ, 5 ഇയേഴ്സിൻ്റെ ചാർട്ടിൽ ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ നിന്ന് ട്രെൻഡിൻ്റെ റിവേഴ്സ് അടക്കം എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലേ? അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഫസ്റ്റ് ഈ ഒരു ലെവൽ മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നതാണ് 25,448. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ നിന്നൊരു ഹൈ എടുത്തിട്ട് പിന്നെ വന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് പിന്നെ ഈ ഒരു ലോയിലോട്ട് മാർക്കറ്റ് വന്നില്ല. അപ്പം ഈ സമയത്ത് തന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോട്ടം നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് തന്നിട്ടാണ് പറയുന്നത്. ഇതിന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റിൽ താഴോട്ട് ഷോർട്ട് ചെയ്യാൻ പാടുള്ളൂ. മുകളിലോട്ട് ഈ ഒരു ഹൈയും തന്നിട്ടുണ്ടായിരുന്നു. ഇത് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,542. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പ്രൈസ് ആക്ഷൻ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ട്രെൻഡ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു അപ്ഡേഷൻ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം പലരും ചോദിക്കാറുണ്ട്, പാലാഴി 3 ചാർട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് ഡേ ക്യാൻഡലിൻ്റെ ചാർട്ട്, ഒന്ന് 15 മിനിറ്റിൻ്റെ ചാർട്ട്, ഒന്ന് വന്നിട്ട് ഇൻട്രാഡേ ചാർട്ട്. 3ലും ലെവലുകൾ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ നമ്മളിതിൽ ഏതാണ് ഫോളോ ചെയ്യേണ്ടത്? നമ്മളൊരു ഇൻട്രാഡേയിൽ ഏത് ട്രേഡിംഗ് ആയിരുന്നാലും ശരി തന്നെ നമുക്ക് അനാലിസിസിന് വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ടൈം ഫ്രെയിം നമ്മൾ ഉപയോഗിക്കും. കാരണം ട്രെൻഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 1 മിനിറ്റ് ചാർട്ടിൽ തന്നെ പോകണം. എങ്കിൽ മാത്രമേ നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ, ചിലർ നോക്കാറുണ്ട് ഇപ്പം 1 അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടൈം ഫ്രെയിമിൽ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ട്രെൻഡ് എന്താണെന്ന്. പക്ഷേ നിങ്ങളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 1 അവറിൻ്റെ ക്യാൻഡിലിട്ടിട്ടോ അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ ക്യാൻഡിലിട്ടിട്ടോ നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കി നിങ്ങൾ ട്രെൻഡ് കണ്ടിന്യൂ ആണോ റിവേഴ്സ് ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ എക്സിറ്റ് ആകാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വലിയ നഷ്ടത്തിലോട്ട് പോകും. ചിലപ്പോൾ നല്ല പ്രോഫിറ്റും കിട്ടും. പക്ഷേ എപ്പോഴും നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ടൈം ഫ്രെയിമിലോട്ട്, അതായത് നമ്മളിപ്പോൾ മാക്സിമം നോക്കുന്നതെന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. ഇനി അതിനേക്കാളും താഴെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 സെക്കൻഡ്സിൻ്റെ ക്യാൻഡിലിട്ടിട്ട് നോക്കാൻ പറ്റും. അപ്പം നമുക്ക് അത്രയും ഈസി ആയിട്ട് ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ പ്രത്യേകിച്ച് ഈ സ്കാൽപ്പ് ചെയ്യുന്നവർക്കൊക്കെ എന്ന് പറയുന്ന ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഇട്ട് ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പോയിൻ്റ് കവർ ചെയ്തിട്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ഒന്നിൽ കൂടുതൽ ടൈം ഫ്രെയിം ഇട്ടിട്ട് മാർക്കറ്റ് അനാലിസിസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഡേ ക്യാൻഡിൽ ഇടുന്നതെന്ന് പറയുന്നത് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ നെക്സ്റ്റ് ഡേയുടെ അല്ലെങ്കിൽ വീക്കിലിയുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാനാണ് ഡേ ക്യാൻഡിൽ നോക്കുന്നത്. 15 മിനിറ്റ് നോക്കുന്നതെന്ന് പറയുന്നത് കൃത്യമായിട്ട് ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ടാണ്. ഇനി 5 മിനിറ്റും 1 മിനിറ്റും ഒക്കെ നോക്കുന്നത്, നമ്മൾ 5 മിനിറ്റ് നോക്കുന്നത് സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ് നോക്കുന്നതെന്ന് പറയുന്നത് ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് 1 മിനിറ്റ് ഇടുന്നതുകൊണ്ടാണ് എനിക്ക് ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് തരാൻ പറ്റുന്നത്. എപ്പോഴും ട്രെൻഡ് നമ്മൾ എല്ലാ വീഡിയോയിലും ക്ലാസ്സുകളിലും പറയുന്നതാണ്, നമുക്കൊരു ബെൻഡ് വരുന്ന സമയത്താണ് അവിടെ നമുക്ക് ട്രെൻഡ് മാറുന്നത്. അത് 1 മിനിറ്റിൽ മാത്രമേ പറ്റത്തുള്ളൂ. 5 മിനിറ്റിലോ 15 മിനിറ്റിലോ നോക്കുമ്പോഴത്തേക്കും
നമുക്ക് എൻട്രി കിട്ടത്തില്ല, അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇനി ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വലിയ നഷ്ടത്തിലോട്ടും പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ പലതരത്തിലുള്ള ടൈം ഫ്രെയിമുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മിനിറ്റിലിട്ട് തന്നെ അത് കൃത്യമായിട്ട് ട്രെൻഡ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഞാൻ വലുതായിട്ട് നീട്ടുന്നില്ല. നമുക്ക് ഇൻട്രാഡേ ചാർട്ട്, നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെയിൽ നമുക്ക് ഇന്നിപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് ഒരു 800 ആ ഒരു റേഞ്ചിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് 800 ലെവൽസ് നോക്കുക. 800 ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ടിലോട്ട്, പ്രീവിയസ് സപ്പോർട്ടിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. ഇവിടെ സപ്പോർട്ടായിരുന്നതാണ്. പിന്നെ മാർക്കറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നൊരു റെസിസ്റ്റൻ്റ് ആയിട്ടാണ് പിന്നെ താഴോട്ട് വീഴുന്നത്. അപ്പോൾ 825 ഉള്ളിൽ ഒരു ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ, 825 ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫസ്റ്റ് നമ്മുടെ ഇൻട്രാഡേ ചാർട്ട് നോക്കുക. ഫസ്റ്റ് റെസിസ്റ്റൻസിന് താഴെയാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് CPRലോട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ആ സമയത്ത് തന്നെ താഴോട്ട് എൻട്രി എടുക്കാം. പക്ഷേ അത് ലോങ് എൻട്രി ആയിരിക്കരുത്. സ്കാൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ പോയിന്റിൽ ഇറങ്ങുക. മാർക്കറ്റ് എപ്പോഴാണോ താഴോട്ട് വന്ന് ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ സസ്റ്റെയിൻ ചെയ്യുന്നത്, ഒരു കൺസോൾട്ടേഷനിലോട്ട് വരുന്നത്, അവിടെ നിന്ന് മാർക്കറ്റിൽ നോക്കാം. അല്ലാണ്ട് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ആ ഓപ്പണിങ്ങിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പിൻ്റെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. മാർക്കറ്റിൻ്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ നോക്കുക. എന്തായാലും വലിയൊരു ഫോളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയില്ല. ഒരു റീട്രേസ്മെൻറ്റിന് മാർക്കറ്റ് താഴോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് 25,825 മുകളിൽ ഇന്ന് മാർക്കറ്റിന് ഒരു ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിൽ ഒരു അപ് ട്രെൻഡിലോട്ട് പോകും. അപ്പം ഇതാണ് 825 നമുക്ക് വരുന്ന ഒരു ബ്രേക്കൗട്ടിനുള്ള ഏരിയ എന്ന് പറയുന്നത്. 825 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,925 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അതായത് 825 മുകളിലാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ 825 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയേക്കും. 825 താഴെയാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ താഴത്തെ സപ്പോർട്ട് ഏകദേശം ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടായിരിക്കും 25,723 വരെയൊക്കെ മാർക്കറ്റ് ചിലപ്പം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കയറുന്ന സമയത്ത് 25,825 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മുകളിലോട്ട് എൻട്രി നോക്കാം. താഴോട്ട് 723 അല്ലെങ്കിൽ ഇന്നലത്തെ ഹൈ, ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഹൈ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാം. ഇന്നലെ തന്നിട്ടുള്ള ലെവൽസ് തന്നെയാണ് 653 ഏറ്റവും താഴെ 530 ഒക്കെ വരുന്നത്. ഈ ലെവൽസ് തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ വൈഡ് CPR ആണ് വരുന്നത്. 25,583 മുതൽ 25,657 വരെയാണ് ഇൻട്രാഡേ ചാർട്ട് CPR വരുന്നത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് മാർക്കറ്റ് ഇതിനിടയ്ക്കാണ്. CPRന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 25,789, 25,769 ഇതിന് ഉള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, ഇതിനുള്ളിൽ നിലവിലെ സാഹചര്യത്തിൽ ഓപ്പണിംഗ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. ഒരു റിവേഴ്സ് ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് CPRൽ വന്നിട്ടായിരിക്കും തിരിച്ചു പോവുക. 25,647, 646 താഴത്തെ ലെവൽസ്. CPRനുള്ളിൽ വരുന്ന ലെവലാണ് 25,647, 25,619 25,619, 25,647 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇതിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു 90% മാർക്കറ്റ് CPRലോട്ട് ഇറങ്ങി വരും. ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് CPRൽ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 25,789, 25,769
ഇത് വീണ്ടും ബ്രേക്കൗട്ട് കിട്ടിയാൽ മുകളിലോട്ട് നോക്കാം. 25,887, 25,909 രണ്ടാമത്തെ ടാർഗറ്റ്. ഇതിന് മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി ഇതിന് മുകളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിലോ, കൃത്യമായിട്ട് മാർക്കറ്റ് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് നോക്കുക. മാർക്കറ്റ് താഴോട്ട് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 25,789 25,769 ഇടയ്ക്കുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കുക മുകളിലോട്ട്. ടാർഗറ്റ് വരുന്നത് 25,887, 25,909. അപ്പം ഈ 3 ലെവൽസേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഇതിനപ്പുറത്ത് എങ്ങോട്ടെങ്കിലും ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാക്കി ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും ലെവൽസ് ഉണ്ടെങ്കിലോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.